54 വർഷമായി 1970-ലാണ് ഇത് തുടങ്ങിയത്. കഴിക്കാനൊരു ബുദ്ധിമുട്ടുമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റാണ്, പിള്ളേർ വരെ കഴിക്കും. അതെ, വയറുവേദന, ബാക്ക് പെയിൻ, ഉറക്കമില്ലായ്മ ഒക്കെ വരില്ല. വയറിൽ സുഖമില്ലെങ്കിൽ എല്ലാ അസുഖങ്ങളും ഇതേപോലെ വരില്ല. അപ്പൊ അതിനെല്ലാതും വയറ് ക്ലീൻ ആയ എല്ലാ പ്രോബ്ലം മാറും. ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 54 വർഷം മുമ്പ് കൊണ്ടുവന്ന കല്ലും മെഷീനുമായത് അന്ന് എങ്ങനെയാണോ അരകല്ലി നമ്മൾ അരയ്ക്കുന്ന അതേപോലെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഇത്രയും സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ പാക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ലാബ്. നമ്മുടെ ഡയൽ കെയറിൽ വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരോ അതുപോലെ ഇതേപോലെ ലാബ്, ഏറ്റവും നല്ല മെഡിസിൻ, ഇങ്ങനെയൊക്കെ ഉള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആൾക്കാർ കഴിക്കുന്നത്. അപ്പം അത്ര ഗുണകരമായിട്ടുള്ള കാര്യം മാത്രമേ നമ്മൾ ഡയൽ കെയറിൽ ചെയ്യാറുള്ളൂ. നമസ്കാരം. 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 നമ്മളിപ്പോ തൃശ്ശൂർ നെല്ലായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പൊ എല്ലാ വീട്ടിലും വലിയൊരു പ്രശ്നമാണ് നമുക്ക് മൂലക്കുരു, അതുപോലെ തന്നെ വയറിന്റെ പ്രശ്നം, ദഹനത്തിന്റെ ഒക്കെ. അതിന് മെയിൻ ആയിട്ടൊരു സ്ഥലമുണ്ട്, നമുക്കൊന്ന് കാണാം. നമസ്കാരം ശീല ചേച്ചി. നമ്മളെല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്? ഇവിടെ തന്നെയാണ് എല്ലാതും. അതിന്റെ വർക്ക് ചെയ്യണ ഇതാണ്. നമ്മൾ കുറെ വർഷമായോ ചെയ്യാൻ തുടങ്ങിയത്? കുറെ വർഷങ്ങളായി. 1970 സ്റ്റാർട്ട് ചെയ്തു. 54 വർഷമായിട്ടുള്ളതാണ് ഇത്. മാർക്കറ്റിലും കൊടുത്തു. അതിന് മുന്നേ പാരമ്പര്യമായിട്ട് ചികിത്സയായിട്ട് നടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇതിപ്പം 54 വർഷമായി. 1970-ലാണ് ഇത് തുടങ്ങിയത്. അപ്പൊ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് ഇന്നും ഇത് നിലനിന്ന് പോകുന്നത്. ചേച്ചി, നമ്മുടെ കമ്പനിയുടെ പേരെന്താ? J&J കാളം ഫാർമസി. ഈ J&J എന്ന് പറഞ്ഞാല് അത് പറയാനായിട്ട് ഇത് എളുപ്പമുണ്ട്. ആണല്ലോ. നമസ്കാരം. പേര്? ജോസ്. ഈ J&J എന്ന് പറഞ്ഞാൽ എന്താ? ജോണി ജോസ് എന്നുള്ളതിന്റെ ആദ്യ അക്ഷരമാണ് J&J. ചേട്ടന്റെ പേരാണ് ജോണി. അപ്പൊ നിങ്ങളുടെ രണ്ടിനും പേര് വെച്ചാണ് J&J എന്ന് തുടങ്ങിയത്. ശരി ശരി. അപ്പൊ അതിന് മുമ്പ് തൊട്ട പാരമ്പര്യമായിട്ട് തന്നെ നമ്മള് അപ്പനായിട്ട് ചികിത്സ തന്നെയാ. ചികിത്സ തന്നെ ചികിത്സയും അപ്പന്റെ അപ്പനും ചികിത്സയാ. അത് തന്നെ. അത് അപ്പന്റെ പേര് കൊച്ചുപറീത്, അതിന്റെ അപ്പന്റെ പേര് പാവുണ്ണി, അതിന്റെ മുകളില് കൊച്ചുപറീതാണ്, അതിന്റെ മുകളിലുള്ള അറിയില്ല എനിക്ക്. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് കൃത്യം പറയേണ്ട കാര്യമില്ല. കാരണം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണെന്നറിയോ? പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഏറ്റവും വലിപ്പമുള്ളതാ. ഇതെല്ലാം ഈ ഒരു സാധനം തന്നെയാണോ? ഇത് കേശാമൃത ഹെയർ ഓയിലാണ് ഇത് ചെയ്യുന്നത്. അർശോരി നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നതായതുകൊണ്ട് സ്റ്റീലിന്റെ ചരക്കിലുണ്ടാക്കണം. ഓ, അത് സ്റ്റീലായത്? സ്റ്റീലാണത്. അപ്പൊ ഇവിടെ ഈ മെഡിസിൻ ഉണ്ടാക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കുന്ന പാത്രത്തിന് പോലും പ്രത്യേകതയുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇത് പശുവിന് നെല്ലിക്ക കടുക്കൊക്കെ അരച്ചിട്ടുള്ള ഒരു ജ്യൂസ് അതിലൊഴിക്കുക. ഇത് ലാസ്റ്റ് നമുക്ക് അളവ് നോക്കിയിട്ട് കറക്റ്റ് മെഷർമെന്റ് ആവുമ്പോ ഇത് പൊടിയിലിടണം. അപ്പൊ എല്ലാം ചിട്ടയായിട്ടും അതിന്റെ കറക്റ്റ് ടൈം അനുസരിച്ച് എല്ലാം ചേർത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുവാ? ഇതിപ്പോ ശർക്കരയും വേറെയും കുറെ പച്ചമരുന്നുകളൊക്കെ ഉള്ള പിഴിഞ്ഞുള്ള ഇതാണ്. ശർക്കരയെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പൊ എത്ര ദിവസം വേണം ഇത് ചെയ്യാൻ? ഇന്നലെ ഞങ്ങൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചു. അതിനുശേഷം ഇന്ന് ഇപ്പൊ കഷായം അതിൽ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് ഒഴിക്കിപ്പോ. അതിനുശേഷം നെയ്യ് ഒഴിക്കണം, പൊടിമരുന്നാണ്. അങ്ങനെ ഒരു 3-4 ദിവസം ഇതിന് വേണം. 4-5 ദിവസം മിനിമം വേണം. അപ്പൊ ഇത് ചെറിയൊരു പരിപാടിയല്ല, 4-5 ദിവസത്തെ പരിപാടിയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയ്യ് ഒഴിക്കും. അപ്പൊ നമ്മൾ ആ നെയ്യും ആ ജ്യൂസും എല്ലാം ഒഴിച്ചു. ഇനി അടുത്ത് എന്തുവാ? ഇനി കഷായം 2 ദിവസം അവിടെ തിളപ്പിക്കായിട്ട് കഷായം ഊറ്റി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അത് ഒഴിക്കാനുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് ഇത് പാകാവണം. ഒരു മെഷർമെന്റ് ഉണ്ട്. ആ അളവിലാവുമ്പോ ഈ പൊടിമരുന്ന് അതിലിടണം. അപ്പൊ തീയൊക്കെ മാറ്റും. തീ മാറ്റിയതിന് ശേഷം പൊടിമരുന്നിടും. ഓ, അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് തീ മാറ്റിയതിന് ശേഷമാണ് ഈ പൊടിമരുന്നിടുന്നത്. ഏറ്റവും അവസാനം ആ പൊടിമരുന്നിട്ട് ഓഫ്. നമ്മുടെ ഇത് എന്ത് മെഷീനാണ്? ഇത് കഷായം വെക്കാനായിട്ട് പച്ചമരുന്നുകളൊക്കെ നമുക്ക് കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്യാനായിട്ടുള്ള മെഷീൻ ഉണ്ട്. കട്ട് ചെയ്യുന്ന മെഷീനായത്. ഇത് നെല്ലിക്കാണ്. ഇത് ജ്യൂസ് പിന്നെ വേറെ ഐറ്റംസും കൂടി ജ്യൂസ് ആക്കിയിട്ട് നമ്മൾ ആ കഷായത്തേക്ക് ഒഴിക്കണം മരുന്നാണ്. അപ്പൊ ഇവിടുന്ന് ജ്യൂസ് അടിച്ചിട്ടാണ് കറക്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് അതിലേക്ക് ഇടാനുള്ള പൊടിമരുന്നാണ്. പൊടിമരുന്ന് പൊടിക്കുന്ന നൈസ് പൗഡറായിട്ട് പൊടിക്കാനുള്ള മെഷീനാണ് ഇത്. ഐറ്റംസ് ഇത്ര ഐറ്റംസ് ആയിരിക്കുന്നത്. ഈ ഐറ്റംസ് എല്ലാം ഇവിടുന്ന് കൃത്യമായിട്ട് പൊടിച്ച് അത് മരുന്നിലേക്ക് ഇടാനുള്ള ഇവിടെ കൊണ്ടുവച്ചിട്ട് പൊടിച്ച് കിട്ടും. അപ്പൊ ഇതിനകത്ത് ഇതെല്ലാം എടുത്തിട്ട് പൗഡറായിട്ട് നൈസായിട്ട് പൗഡർ, ഏറ്റവും നൈസ് പൗഡറായിട്ട് കിട്ടും. പൗഡറായിട്ട് വായിലൊന്നും തരി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നൈസ് പൗഡർ. അത്ര നൈസായിട്ട് പൊടിയുന്ന മെഷീൻ അരിച്ചെടുത്തിട്ടാണ് ഞങ്ങൾ അതിലിടാം. ഓ ശരി. ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 54 വർഷം മുമ്പ് കൊണ്ടുവന്ന കല്ലും മെഷീനുമായത് അന്ന് എങ്ങനെയാണോ അരകല്ലി നമ്മൾ അരയ്ക്കുന്ന അതേപോലെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, അതേ രീതിയിൽ തന്നെ അരച്ച് മരുന്നരച്ച് റെഡിയാക്കുക. ഇതെന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് ഈ അർശോരിലേക്ക് തലേദിവസം ശർക്കര ഇടും. അതിനോടൊപ്പം ഈ അരച്ചതും കൂടി മിക്സ് ചെയ്ത് അതിൽ ഇടാൻ വേണ്ടി. അപ്പൊ പഴയ രീതിയിൽ തന്നെ ഇത് അരയ്ക്കുന്നത്. എത്ര വർഷമായി ഇതിപ്പോ ഒരു 54 വർഷം. ഞങ്ങൾ തുടങ്ങിയ കാലം കൊണ്ട് ഈ മെഷീൻ ഇതുണ്ട്, കല്ലുണ്ട്. ഇത് ഹൈഡ്രോളിക് മെഷീനാണ്. അതായത് എണ്ണ ഞെക്കാനായിട്ട്
ഏറ്റവും പ്രസ് ചെയ്ത് കംപ്ലീറ്റ് പോരും. കാച്ചിയ ശേഷം ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇത് പ്രസ് ചെയ്താല് കംപ്ലീറ്റ് ഇത് കൂടെ പോരും. ഇതുവഴി കൃത്യമായിട്ട് ഇനി പോരും. ഇത് നമ്മളവിടെ വെട്ടിയില്ലേ, പച്ചമരുന്നുകൾ വെട്ടി അത് മെഷീനിൽ പൊടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് 2 ദിവസം ഇവിടെ വേവാൻ വിടും. എന്നാൽ ആ സത്ത് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരും. ഈ വലിയ കലത്തിൽ 2 ദിവസം വേവിച്ചതിന് ശേഷം ആ വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചിട്ട് കഷായം അതിലേക്ക് കൊണ്ടുപോകും. ഈ ഫോട്ടോ ആരുടെയാ? അപ്പൻ്റെ അപ്പൻ, അതായത് കൊച്ചൂർ വൈദ്യന്റെ അപ്പൻ പാവുണ്ണി വൈദ്യര്. ഓ, അദ്ദേഹമായത്. ഇത് കണ്ടോ, ഇത് വരച്ചതായിട്ടോ. ഈ പുസ്തകത്തിന്റെ ഒക്കെ ക്വാളിറ്റി ഇത് കണ്ടോ, എത്ര വർഷം മുമ്പ് വരച്ചൊരു പടമല്ലയോ. നമുക്ക് ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ഡോക്ടറെ. പേരെന്തായിരുന്നു ഡോക്ടറെ? സുഷമ. സുഷമ. ഡോക്ടറെ, ഇത് എന്തിനൊക്കെ പരിഹരിക്കുന്നതാ? വയർ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഇത് ഉപയോഗിക്കുക. അതുമാത്രമല്ല നമ്മുടെ പൈൽസിന് പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ ഇവിടെ എല്ലാ മരുന്നുകളും ടെസ്റ്റ് ചെയ്യാറുണ്ടോ? എല്ലാ മരുന്നുകളും ടെസ്റ്റ് ചെയ്യും. ഡോക്ടർ വന്ന് ഉണ്ടാക്കുന്ന ടൈമിൽ ഡോക്ടർ ഉണ്ടാവും. ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം പാക്കിങ്ങിലേക്ക് പോകും. പാക്കിങ്ങിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ ലാബിന്റെ എല്ലാ സാധനങ്ങളും മരുന്നെല്ലാം ഇവിടെ തന്നെ ഓരോന്നിന്റെ സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. സാമ്പിളും ഉപയോഗിക്കുന്ന മരുന്നുകളും എല്ലാം ഇതിലുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ബാച്ചിന്റെ നമ്മൾ പ്രത്യേകം എടുത്ത് വെച്ച് ചെയ്യത്തുള്ളൂ. ഇത്രയും സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ പാക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം ഓരോന്ന് സെറ്റാക്കിയാണ് പാക്ക് ചെയ്യുന്നത്. നമ്മൾ മരുന്നുണ്ടാക്കുന്ന എല്ലാം കണ്ടു. ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇത് പൈൽസിനുള്ള മരുന്ന്, പിന്നെ വയറു സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇത് പറ്റും. പിന്നെ വയറുവേദന, ബാക്ക് പെയിൻ, ഉറക്കമില്ലായ്മ ഒക്കെ വരില്ല. വയറിൽ സുഖമില്ലെങ്കിൽ എല്ലാ അസുഖങ്ങളും ഇതേപോലെ വരില്ല. അപ്പോൾ അതിനെല്ലാതും വയറ് ക്ലീൻ ആയ എല്ലാ പ്രോബ്ലം മാറും. ഇപ്പൊ എല്ലാ വീടുകളിലും എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഇപ്പൊ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഇപ്പൊ എല്ലാവരും പ്രത്യേക കുഴപ്പം എന്താ വെച്ചാൽ ആഹാരത്തിലൂടെ ഗ്യാസ് ട്രബിള്, ദഹനത്തിന്റെ പ്രശ്നം, വയറ്റിന്ന് പോകുമ്പോൾ പുകച്ചിലൊക്കെ ഉണ്ടാവും. നല്ല ബന്ധം വരുമ്പോൾ പുകച്ചിലുണ്ടാവും. അതൊക്കെ കുറഞ്ഞു മാറിപ്പോകും. ഒരുവിധം 95% ക്ലിയർ ആവും. അപ്പൊ ഇത് എത്ര ബോട്ടിൽ കഴിക്കേണ്ടതായിട്ട് വരും? ഇത് 3-4 ബോട്ടിൽ കഴിയുമ്പോഴേക്കും കുറയും. പിന്നെ കുറച്ച് കൊണ്ടുവരാം. അളവ് കുറച്ച് കഴിച്ച് കൺട്രോൾ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും ആഹാരം വൈകിട്ട് കട്ടിയുള്ള ആഹാരം കഴിക്കുന്നത്. അതാണ് ഈ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഇറച്ചി ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് പത്തില്ല. പിന്നെ ഭക്ഷണത്തിൽ കുറച്ച് കൺട്രോൾ ചെയ്യാം. ബീഫ് അങ്ങനത്തേക്കും കഴിക്കുമ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്യാം. പത്തിയൊന്നുമില്ല. എപ്പോഴൊക്കെ ഇത് കഴിക്കേണ്ടത്? ഇത് രാവിലെ ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പാടും വൈകുന്നേരം ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പാടും. അപ്പൊ ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ രാവിലെ ആഹാരത്തിന് മുമ്പ് ഒരു നേരം, അത് 1 സ്പൂണാണോ? 1 ടീസ്പൂൺ ടു 1.5 ടീസ്പൂൺ വരെ കഴിക്കാം. വൈകിട്ട് കഴിക്കുന്നത് അതേപോലെ തന്നെ 1 ടീസ്പൂൺ ടു 1.5 ടീസ്പൂൺ. അത് ആഹാരത്തിന് മുമ്പ് 1 മണിക്കൂർ മുമ്പാണ്. ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പാണ് രാവിലെ വൈകിട്ടും കഴിക്കേണ്ടത്. നമുക്ക് കഴിച്ചു നോക്കുന്നത് എങ്ങനെയാണ്? കഴിച്ചു നോക്കാം. നമ്മൾ ആഹാരത്തിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് കഴിക്കണം. കഴിക്കാനൊരു ബുദ്ധിമുട്ടുമില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റാ. പിള്ളേർ വരെ കഴിക്കും. അതെ, ഒരു കുഴപ്പമില്ല. ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു തടസ്സമൊന്നുമില്ല. ഒക്കെ നൈസായിട്ട് നമ്മൾ പൗഡറൊക്കെ ഇടണേ. പിന്നെ പിള്ളേർക്കും കഴിക്കാനൊക്കെ. അപ്പൊ ആ നൈസ് പൗഡർ, ആ മിഷീന്റെ പ്രത്യേകത ഈ നൈസായിട്ട് പൊടിക്കുന്നോണ്ടാണ് ഇത് നല്ലതായിട്ട്. ഞങ്ങൾ അരിച്ചിട്ട് നൈസ് പൗഡറാണ് അതിലിടാം എടുക്കുന്നത്. നമസ്കാരം സാറേ. നമസ്കാരം. പേര്? ഭാസ്കരൻ. നമ്മുടെ ഈ പ്രോഡക്റ്റ് എങ്ങനെ കിട്ടും സാറേ? JNJ കാളന്റെ അർഷോഹരി എന്ന ലേഹ്യം കേരളത്തിൽ ഞങ്ങൾക്ക് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അല്ലാത്തവർ കൊറിയർ വഴി അയച്ചു കൊടുക്കും. പിന്നെ അതുകൂടാതെ ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിലുണ്ട്. അതെ അതെ. അപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ? അല്ല, ഓൾ ഓവർ ഇന്ത്യയിൽ കിട്ടും. പിന്നെ അതുമല്ലാതെ ഞങ്ങൾക്ക് UAE എക്സ്പോർട്ട് ഉണ്ട്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പ്രോഡക്റ്റ് അല്ലാതെ വേറെ പ്രോഡക്റ്റ് ഉണ്ടോ? ഞങ്ങൾക്കുണ്ട്. ഇതുകൂടാതെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. മെയിൻലി കേശാമൃതം ഹെയർ ടോൺ ഉണ്ട്. പിന്നെ ബേബീസ് കോക്കനട്ട് ഓയിലിന്റെ കുട്ടികളുടെ ചർമ്മത്തിന് വേണ്ടിയിട്ട് നല്ല ഫാസ്റ്റ് മൂവിങ് പ്രോഡക്ട്സുകളാണ്. JNJ കാളന്റെ ഈ അർഷോഹരിയും അത് മറ്റുള്ള പ്രൊഡക്റ്റിൽ വാങ്ങുമ്പോൾ ഇതിന്റെ JNJ കാളെന്ന ലോഗോ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിച്ചു വാങ്ങണം കേട്ടോ. ലോഗോ ഇവിടെ ഉണ്ട്. ഇങ്ങനെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. JNJ കാളെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റ് ആവശ്യമായിട്ടുള്ളവർക്ക് വീഡിയോയിൽ നമ്പറുണ്ട്, കമന്റ് ബോക്സിലും നമ്പറുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.